ജെറമിയയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അത് ഞാൻ ഭക്ഷിച്ചു. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തി കണ്ടെത്താൻ തുടങ്ങുമ്പോൾ ആരാണോ അത് തീഷ്ണതയോടെ ആത്മാവിൻ്റെ ഭക്ഷണമാക്കി മാറ്റുന്നത്, അടുത്ത വചനങ്ങൾ പറയും, ഹൃദയത്തിന് സന്തോഷവും ജീവിതം ആനന്ദമൃതമായി എന്ന്. ആരാണോ ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ച് മുൻപോട്ട് പോകാൻ തുനിയുന്നത്, അവരുടെ ഹൃദയത്തിനും അവരുടെ ജീവിതത്തിനും വലിയ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും കർത്താവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നൽകുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക്, അവൻ എത്രയൊക്കെ വീണാലും എന്തെല്ലാം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും എത്ര കഷ്ടത അവനെ നേരിടേണ്ടി വന്നാലും കർത്താവ് അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. സങ്കീർത്തനം 91-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം, സങ്കീർത്തനം 91 15-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കഷ്ടതയ്ക്കും ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. ദൈവം പറഞ്ഞു വെക്കുന്ന വലിയ മനോഹരമായ ആശ്വാസവചനം നിന്റെ കഷ്ടത എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മനുഷ്യര് നിന്നെ നോക്കുന്ന കഷ്ടതയല്ല, ദൈവത്തിന് വേണ്ടി നീ അനുഭവിക്കുന്ന കഷ്ടത. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കടന്നു വരുന്ന കഷ്ടതയല്ല, കർത്താവിന് വേണ്ടി നീ അനുഭവിക്കുന്ന കഷ്ടത ഏതാണോ അതിൻ്റെ പുറകിലെ ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ ചേർത്ത് നിൽക്കും. നിങ്ങൾക്ക് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ച 3 ചെറുപ്പക്കാരെ തളർന്നു പോയപ്പോൾ അവരുടെ കൂടെ കർത്താവ് ചേർന്ന് നിന്നു. വചനം സങ്കീർത്തനത്തിൽ നിങ്ങൾ ഓർത്തോ, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. 3 ചെറുപ്പക്കാര് ദൈവത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായ 3 ചെറുപ്പക്കാര്. 3 ചെറുപ്പക്കാര് കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളായിരുന്നു. എന്ത് വന്നാലും, ജീവിതത്തിൽ ഏത് കഷ്ടത വന്നാലും ഞാൻ ദൈവത്തെ മാറ്റി നിർത്തില്ല, ദൈവത്തിൻ്റെ വഴിയെ ഞാൻ മാറിപ്പോകില്ല. ഒരു സംഭവം ഇതിൽ വിവരിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം 1 മുതൽ നബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ്, മഹാനായ ഒരു വ്യക്തിയാണ് നാട്ടില്. അദ്ദേഹം എന്ത് ചെയ്തു? സ്വർണബിംബം, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി. അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. അത്ര വലിയ മനോഹരമായ ഒരു സ്വർണബിംബമുണ്ടാക്കി. അവിടെയുള്ള എല്ലാവരും അതിനെ ആരാധിക്കാൻ പോയവർക്ക് ചെറിയ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഈ വിഗ്രഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയും ഈ വിഗ്രഹത്തെ കാണാൻ വേണ്ടി ഓടിപ്പോവുകയും ഇതിനു വേണ്ടി കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും കൈ പിടിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് പോകേണ്ട സമയം, അന്നേരം ആ ലക്ഷ്യത്തെ മാറ്റി വേറൊരു വഴിക്ക്, വേറൊരു കാര്യത്തിന് വേണ്ടി തിന്മയുടെ ശക്തിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയവര് നിരവധി പേര്. ഇവരെ വിളിച്ചു, 3 പേരെ വിളിച്ചു, വാടാ നമുക്ക് പോകാം. പക്ഷെ ഈ 3 പേര് പറഞ്ഞു, ഒരു കാരണവശാലും എന്തെല്ലാം നിങ്ങൾ തരാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ സ്വർണബിംബത്തെ ആരാധിക്കില്ല, ഈ തിന്മയുടെ പുറകെ ഞങ്ങളില്ല. കാരണം എന്താ? ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം
എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്. അത് കാരണം നിങ്ങൾ ഈ പരിപാടിക്കില്ല. ഇവരെടുത്ത തീരുമാനം. പക്ഷേ കൂടെ നിൽക്കുന്നവർ എന്ത് ചെയ്തു? ഈ 3 പേരും എടുത്ത ശക്തിയുള്ള നന്മയുടെ തീരുമാനത്തെ കൂടെയുള്ള മറ്റു പലര് തിന്മയുടെ ശക്തിയുള്ളവർ എന്ത് ചെയ്തു? അവര് ഇവരുടെ 3 പേരുടെയും തീരുമാനത്തെ രാജാവിന്റെ സന്നിധിയിൽ പറഞ്ഞു, ഒറ്റിക്കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഈ 3 പേരെയും ഇല്ലാതാക്കാൻ വേണ്ടി. ദൈവത്തിന് വേണ്ടി നടക്കുന്ന ഈ 3 പേർക്ക് കഷ്ടത അനുഭവിക്കാൻ വേണ്ടി. ജനം മുഴുവനും ഇവർക്കെതിരായി. കാരണം ഇവരെ കഷ്ടത അനുഭവിക്കണം. എന്താ വചനത്തിൽ പറഞ്ഞത്? കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവനെ ഞാൻ ചേർത്ത് നിർത്തും. എനിക്ക് വേണ്ടിയാണ് അവൻ കഷ്ടത അനുഭവിക്കുന്നത്. ഒരു കുടുംബം അൾത്താരിൽ നിന്ന് തുടങ്ങിയതാ. നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ആ കുടുംബത്തെ മുൻപോട്ട് പോകുന്നത്. അതിൽ വരുന്ന കഷ്ടത ദൈവം നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും. നിങ്ങളൊരു രോഗിയെ പരിചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നീ അനുഭവിക്കുന്ന കഷ്ടത, ജീവിത പങ്കാളി കിടപ്പാണ്, വർഷങ്ങളായി ഇത് തളർന്നു കിടക്കുന്ന ജീവിത പങ്കാളിയെ ദൈവമേ എൻ്റെ കഷ്ടതയാണ്, ദൈവം നിന്റെ കൂടെ ചേർന്ന് നിൽക്കും. ബുദ്ധിമാന്യം സംഭവിച്ച ഒരു കുഞ്ഞ് പ്രാർത്ഥിച്ചു, ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥിച്ച ഒരു കുടുംബം ഓർക്കുന്നു. പറഞ്ഞത് ഇങ്ങനെയാണ് അവരെ, അമ്മയും അപ്പനും പറഞ്ഞത്, എത്രയോ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി, ദൈവം കൊടുത്തു. ജീവിതകാലം മുഴുവനും എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗാവസ്ഥയിൽ ബുദ്ധിമാന്യം സംഭവിച്ച ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. വേറെ ഒരു കുഞ്ഞുങ്ങളും ഇല്ല അവർക്ക്. അമ്മയും അപ്പനും പറയാണ്, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നത് ഈ ഒരു കുഞ്ഞിനെയാണ്. കഷ്ടതയാണ് അവരുടെ ജീവിതത്തിൽ. പക്ഷേ ആ കഷ്ടതയുടെ കൂടെ ദൈവം ചേർന്ന് നിന്നപ്പോ അവർക്ക് സ്വർഗം തുറന്നു കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ 3 ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കയറുകയാണ്. എന്തെല്ലാം സാധ്യതകൾ മുൻപിലുണ്ട്, അതൊന്നും അവര് സ്വീകരിക്കാതെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ രാജസദസ്സിലെ എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഇവരെ കൂട്ടത്തോടെ ചേരുന്നില്ല. ഇതാണ് ഇവരുടെ പ്രശ്നം. കൂട്ടമായ തിന്മയോട് ചേരാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയില്ലേ? മാറ്റി നിർത്തിയപ്പോ എന്ത് സംഭവിച്ചു? അങ്ങനെയുള്ളവർക്ക് ശിക്ഷ എന്താണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഈ ആരാധിക്കാത്തവരെ, മദ്യം കഴിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ മാറി നിൽക്കുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ എന്തു പറയും? ഇവരെല്ലാവരും ചേർന്ന് പറയും, ഇവൻ ശരിയല്ല, ഇവനെതിരെ പരാതിയുമായിട്ട് ചെല്ലുന്നു, അവനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നു. അപ്പോൾ ഈ ശദ്രോക്കും ഈ മെഷോക്കും അബേദ്നെഗോയും തീരുമാനത്തിൽ നിന്ന് മാറാൻ സമ്മതിച്ചില്ല. രാജാവ് പറഞ്ഞു, ഇവരെ എരിയുന്ന തീകുണ്ടത്തിലേക്ക് എറിയപ്പെടണം. ഇതാണ് രാജകൽപ്പന. അതിനെ 3 ചെറുപ്പക്കാരെയും വിളിച്ച് രാജാവിന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ തിന്മ ചെയ്യാൻ തയ്യാറാണോ? അതാണ് എൻ്റെ അർത്ഥം. സ്വർണബിംബത്തെ ആരാധിക്കുകയല്ല, നിങ്ങൾ തിന്മ ചെയ്യാൻ തയ്യാറാണോ? പറഞ്ഞ മറുപടി പ്രകാരമാണ്, നീ എന്ത് തന്നാലും ശരി, ഞങ്ങൾ അതിന് തയ്യാറല്ല. വചനം വായിച്ചു തരാം. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. നീ ഞങ്ങളെ എറിയാൻ തയ്യാറായിട്ട് വന്നവനാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന്, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ കർത്താവ് തയ്യാറുള്ളവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി നീ അറിഞ്ഞുകൊള്ളുക. കൃത്യമായി വചനമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി നീ അറിയണം. എന്താ കാര്യം? വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഇക്കാര്യം രാജാവേ നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദൈവത്തെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. കാരണം സർവശക്തനായ ദൈവം ഒന്നേയുള്ളൂ. ആ ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത്. എന്നെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞാൻ ദൈവത്തെ വിട്ടുപോവില്ല. എൻ്റെ ജീവിതത്തിൽ രോഗമാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നതെങ്കിലും, എൻ്റെ ജീവിതത്തിൽ ഈ മാനസിക സംഘർഷമാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നതെങ്കിലും, ഇപ്പോൾ ഈ കടബാധ്യതയാൽ ജീവിതം അടുത്തു എന്ന് പറയുന്ന നിമിഷത്തിൽ പോലും ദൈവമേ, ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല. എൻ്റെ ജീവിതത്തിൽ എത്ര ഒരു മല പോലെയുള്ള പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഈ മുറിയുടെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി ഇന്ന് പരിഹരിക്കപ്പെടണം. എനിക്കൊരു വഴിയും കാണാനില്ല.
എൻ്റെ കൂട്ടുകാരെ എന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ ഇല്ല, എന്നെ ഇതാ പരാതി പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് ഇത് കോടതിയുടെ നടുവിൽ നിർത്തിയിരിക്കുന്നു. എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെയാ പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, കർത്താവിനെ വിട്ട് പോകില്ല, യേശുവിനെ വിട്ട് പോകില്ല. ദൃഢപ്രതിജ്ഞ എടുത്തു 3 ചെറുപ്പക്കാര്. എന്ത് സംഭവിച്ചു? എരിയുന്ന തീച്ചൂളയിലെ എറിഞ്ഞിട്ട് ഇനി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട വചനഭാഗം 3-ാമത്തെ അധ്യായം 24 മുതൽ. നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത് 3 പേരെയല്ലേ? അതേ രാജാവേ. രാജാവ് വന്നു, ഇവര് മരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് വന്നു നോക്കുകയാണ്. അപ്പൊ രാജാവ് പറയുകയാണ്, നമ്മൾ എത്ര പേരെ എറിഞ്ഞത്? 3 പേരെയാണ് എറിഞ്ഞത്. അവരെന്താണ് അവിടെ ഇരുന്ന് ചെയ്തത്? അവർ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ആ പ്രശ്നത്തിലിരുന്ന്, നിങ്ങളുടെ അവസ്ഥയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്, ദൈവത്തെ വിളിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന വചനം വെച്ച് നിങ്ങളുടെ പ്രശ്നത്തെ, നിങ്ങളൊരു മരണത്തിന് മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. കാരണം മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആ നിമിഷത്തിലാണ് 3 ചെറുപ്പക്കാർ നിൽക്കുന്നത്. നിങ്ങളെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചെറിഞ്ഞവരുണ്ടാകും, നിങ്ങളെ ഒരു വലിയ കുടുക്കിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആ സമയത്തിരുന്ന് കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആ ദൈവത്തിൻ്റെ ശക്തിയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വചനം വെച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കാം? 3 പേരെയാണ് വലിച്ചെറിഞ്ഞത്. രാജാവ് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ അതിൽ ഒരാളും കൂടെയും നമ്മൾ കാണുന്നുവല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇതാ നബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഷദ്രോക്ക്, മെഷാക്ക്, അബേദ്നോക്ക്, അത്യുതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിൻ. അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ 3 പേരെ പുറത്തു വന്നു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധകം ഏൽക്കുകയോ ചെയ്തിട്ടില്ല. ഒന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. ആ 3 പേരുടെയും മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരു വലിയ തീകുണ്ടത്തിലേക്ക് എറിഞ്ഞിട്ട് 3 പേരെയും എറിഞ്ഞിട്ട് ആ 3 പേരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആത്മാവിൽ നിറഞ്ഞ അവർ സന്തോഷിക്കാൻ തുടങ്ങി, ജ്വലിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എന്താണ് ഇതിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവം? എന്താണ്? ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക്, ദൈവത്തിൽ എന്തു വന്നാലും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു അഗ്നിയും അവരെ തൊടില്ല, ഒരു അഗ്നിയും അവരുടെ ദേഹത്തെ ഏൽക്കില്ല. ഈ വചനത്തിലെ ഒരു ശക്തി നിങ്ങൾക്ക് കാണപ്പെടാം. ജ്വലിക്കുന്ന തീച്ചൂളുടെ വാതിൽക്കെത്തി നബൂഖദ്നേസർ പറഞ്ഞു, അവരോട് പുറത്തു വരാൻ പറഞ്ഞു. അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വരികയാണ്. നിങ്ങൾ ആരാണോ നിങ്ങളെ കുഴിയിലേക്ക് ഇട്ടത്, നിങ്ങളെ ആരാണോ തളർത്തി കളഞ്ഞത്, അവരെ കൊണ്ട് തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.